ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയത് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം. ട്രംപ് 25% താരിഫ് എല്ലാം തന്നെ ഏർപ്പെടുത്തിയേക്കാം എന്നുള്ള ന്യൂസുകളുണ്ട്. ഏകദേശം 15 മിനിറ്റ് മുമ്പാണ് ഇതൊക്കെ അപ്ഡേറ്റ് ആയത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇനിയിപ്പോൾ നാളെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ചെറിയ ഒരു 150 പോയിൻറ്റിൻ്റെ ഒരു മൈനസിലൊക്കെ വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിലേക്ക് നമ്മൾ വരാണെങ്കിൽ സെൻസെക്സ് 144 പോയിൻറ്റും നിഫ്റ്റി 24,850 മുകളിൽ പോസിറ്റീവിൽ തുടർച്ചയായി രണ്ടാമത്തെ ദിവസം ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. സ്റ്റോക്കുകളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ആക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടേഴ്സ് ഇന്ന് 3.5% ഒരു ഫോൾ രേഖപ്പെടുത്തി. 2017 ശേഷം ടാറ്റ മോട്ടേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു അക്വിസിഷൻ $4.5 ബില്യൺ ഒരു അക്വിസിഷൻ ഇവാക്കോ എന്ന് പറയുന്ന ഒരു കമ്പനീനെ അക്വയർ ചെയ്യാൻ, ട്രക്ക് മാനുഫാക്ചറിങ് കമ്പനീനെ അക്വയർ ചെയ്യുന്ന ഒരു ന്യൂസിനെ സംബന്ധിച്ചുള്ള വാർത്തയാണ് ഇന്ന് ടാറ്റ മോട്ടേഴ്സ് ഫോളോ ആയത്. എന്നാൽ മറുഭാഗത്ത് L&T 5% റാലി രേഖപ്പെടുത്തി. മികച്ച ഒരു Q1 റിസൾട്ടാണ് കാരണം. ഈ ടാറ്റ മോട്ടേഴ്സ് മാത്രമല്ല, ഇന്ന് ഓട്ടോമൊബൈൽ സെക്ടറിലെ ഒട്ടുമിക്ക കമ്പനീസും റെഡിൽ തന്നെ ക്ലോസ് ചെയ്തു. ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് നമുക്ക് വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ വരും. അവന്യൂ സൂപ്പർ മാർക്കറ്റ് അവരുടെ സൂപ്പർ മാർക്കറ്റുകളെല്ലാം തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ള ന്യൂസിനെ തുടർന്ന് 7% റാലി രേഖപ്പെടുത്തി. ന്യൂ ഇന്ത്യ അഷുറൻസ് മികച്ച റിസൾട്ടായിരുന്നു. രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റിലൊക്കെ ഡിസ്കസ് ചെയ്താണ്. ഇന്ന് ഏകദേശം ഒരു 17% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ സ്റ്റേബിളായ രീതിയിലാണ് ഗ്ലോബൽ മാർക്കറ്റ് നിലകൊള്ളുന്നത്. കാണാം, ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റായ രീതിയിൽ. ഇന്ത്യ വിക്സ് ഇന്നും 2.43% ഫോളോ ചെയ്ത് 11 എന്ന നിലയിൽ. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ നെഗറ്റീവാണ്, ഫ്ലാറ്റാണ്. ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. ഗോൾഡിലും വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ഏകദേശം ഒരു 1300 പോയിൻറ്റിൻ്റെ മാത്രം ഒരു നാമമാത്രമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് ഗ്ലോബൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലൂടെയാണ് പോകുന്നത്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം, എൻ്റെ പേരിന് സമാനമായ പേരിൽ ഓൾമോസ്റ്റ് അതേ പേരിൽ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളെല്ലാം തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പല സ്പാം ഗ്രൂപ്പുകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ടെലഗ്രാം, ഇൻസ്റ്റ, ഫേസ്ബുക്ക് അതിൻ്റെ എല്ലാം തന്നെ ഒഫീഷ്യൽ ലിങ്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലിടാം. ഈ പല പല ഗ്രൂപ്പുകളിലും എല്ലാം തന്നെ ആഡ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അവർ കോൺടാക്ട് ചെയ്യുന്നത്. പൊതുവെ ഇതിൽ പെടുന്നത് കുറച്ചധികം ഗ്രീഡി ആയ ആളുകളാണ്. അപ്പോൾ ന്യൂസ് കാണുന്ന ആളുകൾ ആരും തന്നെ അത്തരം ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. എങ്കിലും ഇങ്ങനൊരു പേരൊക്കെ കാണുമ്പോൾ ആളുകൾ ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ജാഗ്രത പുലർത്തുക. ഒരു ഗ്രൂപ്പിൽ ഒരാൾക്കും ഞാൻ ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയക്കുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല, ഓർമ്മയിൽ വെക്കുക. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, മാർക്കറ്റിൽ കാണുന്ന സ്റ്റോക്കുകളുടെ വാർത്തകൾ മാത്രമാണ്. അത് നിങ്ങളായിട്ട് പരമാവധി നമ്മൾ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഉള്ളത്. ഇതും നിങ്ങളും നമ്മുടെ ചാനലുമെല്ലാം മറ്റുള്ള നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. ന്യൂസ് അറിയാതെ ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരം ഉണ്ടാവും. പവർ ഗ്രിഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 2.5%-ൽ പ്രോഫിറ്റിൽ ഇടിവുണ്ടായി. 3631 കോടി രൂപയാണ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയത്. ഹിറ്റാച്ചി എനർജി കമ്പനി പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 11 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് ഇത്തവണ. കൂടാതെ തന്നെ M&M കമ്പനി നെറ്റ് പ്രോഫിറ്റ് 32% വർധനവുണ്ടായി. ഇൻഡിഗോ ഏവിയേഷൻ രംഗത്തുള്ള കമ്പനി നെറ്റ് പ്രോഫിറ്റ് 21% ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. IPOയിലേക്ക് വരുമ്പോൾ എല്ലാ ആൾക്കാരും കാത്തിരുന്ന NSTയിൽ IPO ഓപ്പണായി. 1.5% ഓൾറെഡി തന്നെ ബുക്കായിട്ടുണ്ട്. നിലവിൽ നമുക്ക് 2 ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസേ ഉള്ളൂ, CDSലും NSTയിലും. CDSൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയാണ്. NSTയിൽ ഇപ്പോഴും പുതിയതായിട്ട് വന്നു. വെൽസ്പൻ ലിവിംഗ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 52% ഇടിവ് രേഖപ്പെടുത്തി. റവന്യൂ 11% ഇടിഞ്ഞു. IIFL ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 19% ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ റവന്യൂ 13% ഒരു വർധനവുണ്ടായിട്ടുണ്ട്. സൊനാറ്റ സോഫ്റ്റ്വെയർ കമ്പനി 106 കോടി രൂപയിൽ നിന്ന് 109 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് സ്റ്റേബിളായി. ജിൻഡാൽ ഡ്രില്ലിംഗ് 23 കോടി രൂപയിൽ നിന്ന് 56 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ITD സെമൻറ്റേഷൻ കമ്പനി 100 കോടി രൂപയിൽ നിന്ന് 140 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. റിലാക്സോ ഫുട്വെയർ കമ്പനി 44 നിന്ന് 48 പ്രോഫിറ്റ് ഉയർത്തി. HEJ കമ്പനി 2 കോടി രൂപയിൽ നിന്ന് 71 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. IGL കമ്പനി 349 നിന്ന് 356 പ്രോഫിറ്റ് ഉയർത്തി. JP പവർ
349 നിന്ന് 278 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. നവീൻ ഫ്ലോറൈൻ 51 നിന്ന് 117 പ്രോഫിറ്റ് ഉയർന്നു. മഹാരാഷ്ട്ര സ്ട്രീംലൈൻസ് കമ്പനി 129 കോടി രൂപയിൽ നിന്ന് 230 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. പൊക്രാന കമ്പനി 31 കോടി രൂപയിൽ നിന്ന് 28 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ് 15 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായ കമ്പനിയാണ് കഴിഞ്ഞ തവണ. ഇത്തവണ 34 കോടി രൂപ ലോസ് മേക്ക് ചെയ്തു. JVM ഓട്ടോ കമ്പനി 33 നിന്ന് 36 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി വർധനവ് രേഖപ്പെടുത്തി. MOL കമ്പനി 150 കോടി രൂപയിൽ നിന്ന് 51 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. BASF കമ്പനി 220 നിന്ന് 147 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ UK ഉള്ള പോലെ തന്നെ സമാനമായിട്ടുള്ള താരിഫൊക്കെ ആണ് ഇപ്പോൾ ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ചർച്ചകൾ ഇതിൻ്റെ മേലുണ്ടോ എന്നുള്ളതൊക്കെ അപ്ഡേറ്റുകളൊക്കെ വഴിയേ വരും. എങ്കിലും മാർക്കറ്റ് ആ ഒരു ഇന്നലെ FISൻ്റെ ഭാഗത്തു നിന്ന് 6000 കോടി രൂപയ്ക്ക് മുകളിൽ സെല്ലിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ഡേറ്റ നമ്മളുടെ സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഈ FISൻ്റെ ഡേറ്റാസ് എല്ലാ ദിവസവും മുടങ്ങാതെ കമൻറ്റ് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ബിഗ് താങ്ക്സ്. കാരണം മാർക്കറ്റ് നിങ്ങൾ ന്യൂസ് അറിയുമ്പോൾ തന്നെ FISൻ്റെ ഡേറ്റാസ് അറിയാൻ സാധിക്കും. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ അറിയണമെങ്കിൽ നമ്മുടെ ട്രേഡബിലിറ്റി ടാബിൽ FISൻ്റെ ഡേറ്റാസും അവൈലബിൾ ആണ്. അപ്പോൾ ട്രേഡബിലിറ്റി ടാബിൻ്റെ ലിങ്ക് എല്ലാം തന്നെ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.